ഇന്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ കാരണം ഈ കാലഘട്ടത്തിൽ ആ ഡേറ്റാസിന് എന്തുണ്ട്, അതിൻ്റെതാകുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണല്ലേ. ആ ഡേറ്റ ഇപ്പോൾ സേഫ് ആണെന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. പറ്റൂ? കാരണം ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റി എപ്പോഴും ഉണ്ട്. നമ്മുടെ ഡേറ്റ എവിടെ ഉണ്ട്? ആ അതോറിറ്റിയുടെ കൈകളിലുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ബാങ്കിൽ ചെന്നിട്ട് നമ്മൾ അവിടെ ഒരു അക്കൗണ്ട് എടുത്താൽ എന്താണ്, നമ്മുടെ ഡേറ്റ മൊത്തം എവിടെ ഉണ്ട്? ബാങ്കിലുണ്ട്. ഈ ബാങ്ക് നമ്മുടെ ഡേറ്റ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നമ്മൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പൊക്കെ കേട്ടല്ലോ. എന്താ സംഭവിച്ചേ? കസ്റ്റമർ അറിയാതെ കസ്റ്റമറുടെ പേരിൽ അവിടുത്തെ ഓഫീസേഴ്സ് എന്ത് ചെയ്തു? ലോൺ. അതേസമയം ഈ പറഞ്ഞ പ്രക്രിയ തുടങ്ങുമ്പോഴേ കസ്റ്റമർ അറിയുവാണെങ്കിലോ അതൊരു ആവശ്യമല്ലേ? കസ്റ്റമർക്ക് ചീറ്റ് ചെയ്യപ്പെടാതിരിക്കുന്ന ഒരു ആവശ്യകതയല്ലേ? അപ്പൊ അതിനൊരു ടെക്നോളജി ഉണ്ട്, ബ്ലോക്ക് ചെയിൻ. അപ്പൊ ശരിക്കും നമ്മുടെ ഡേറ്റയെ സേഫായി സൂക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ എന്താണ്, കഴിഞ്ഞ 100 കൊല്ലം കൊണ്ട് നടന്ന പുരോഗതി വരുന്ന 1 വർഷക്കാലങ്ങൾ കൊണ്ട് നടത്താനും നമ്മളെ സഹായിക്കുന്ന കാര്യത്തിന്റെ പേരാണ് എന്ത്? ടെക്നോളജി. അപ്പൊ ലോകം മൊത്തം എന്ത് ചെയ്യും? ടെക്നോളജിയിൽ അധിഷ്ഠിതമാകും. എല്ലാ കാര്യങ്ങളും എന്താവും? ടെക്നോളജിക്ക് പിന്നാലെ പോകും. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവും. പഴയ പെട്ടിക്കട ഇപ്പൊ ഉണ്ടോ സുഹൃത്തുക്കളെ? ഉണ്ടോ? അത് കഴിഞ്ഞപ്പോ പിന്നെന്തായി? കുറച്ചുകൂടെ വലിയ വലിയ ഷോപ്പ് വന്നു. ഇപ്പൊ എന്താണ്, ലുലു മാളിലൊക്കെ ചെന്ന് കയറി എന്താണ്, അച്ഛനും അമ്മയില്ലാത്ത എല്ലാ സാധനവും അവിടെ കിട്ടും. അപ്പൊ ലുലു മാളിക്ക് പണി കൊടുത്തോണ്ടാണ് ഫ്ലിപ്കാർട്ടും ആമസോണും വന്നത്. പുതിയ തന്ത്രം എന്താ? കസ്റ്റമറെ വീട്ടിൽ നിന്ന് ഇറക്കുന്നില്ല. കസ്റ്റമർ വീട്ടിൽ ഇരുന്നാൽ മതി. എന്ത് ചെയ്യുക? എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക. അതിന് മണി ബാക്ക് ഏർപ്പാടും വെച്ചിട്ടുണ്ട്. വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? തിരിച്ച് നമുക്ക് കൊടുക്കാം. നോക്കിക്കേ, ഇന്ന് ശരിക്കും ഈ പറഞ്ഞേക്കുന്ന ഫിസിക്കലി നടക്കുന്ന ഷോപ്പുകളെക്കാൾ കൂടുതൽ ബിസിനസ് എവിടെ ഉണ്ട്? ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നടക്കും. അപ്പം ഓരോ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള അതൊരു ടെക്നോളജി യൂസ് ചെയ്യാം. അപ്പൊ ടെക്നോളജികളിലേക്ക് വരുമ്പോൾ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും അത് വിധേയമാവും. പേയ്മെന്റ് മെത്തേഡുകൾ പോലും എന്താവും? മാറും. ഇപ്പൊ നമ്മളിപ്പോ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ഒരാളോട് സംസാരിക്കാൻ ആള് പെട്ടെന്ന് പറയുന്ന മറുപടി എന്തായിരിക്കും? ഇത്രയും കാലമൊന്നും ഞാൻ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ടില്ല, ഇനി തൊട്ട് ഇതുവരെയൊക്കെ ജീവിച്ചില്ലേ, ഇനി എത്ര കാലം എന്നുള്ള കാര്യം ആർക്കറിയാം, ഇതുവരെ നമ്മൾ ഉപയോഗിച്ചില്ലല്ലോ, ഇനി ഒരു കാരണവശാലും എന്ത് വേണ്ട, എനിക്ക് ഈ ക്രിപ്റ്റോ കറൻസി കാര്യങ്ങളൊന്നും വേണ്ട, കാര്യം നടക്കത്തില്ല. ഗൾഫിൽ പോകുന്ന ഒരു വ്യക്തി വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഹിന്ദി പഠിക്കേണ്ട കാര്യം, ആ ഉല്ലാസം വെള്ളം പടങ്ങി വേറൊക്കെ തൊടാ പാനി ചാകിയെന്ന് പറയേണ്ടി വരും. സാഹചര്യം കൊണ്ട് പഠിച്ചു പോകാം, വേറെ കാര്യമൊന്നുമില്ല. സാഹചര്യം കൊണ്ട് കൊലപാതകയായി എന്ന് പറഞ്ഞ അവസ്ഥയാണ്, വേറെ യാതൊരു രക്ഷയില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ ടെക്നോളജികൾ അധിഷ്ഠിതമായിട്ട് കാര്യങ്ങൾ മാറ്റപ്പെടുമ്പോൾ, ക്രയവിക്രയങ്ങൾ പോലും മാറ്റപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ക്രിപ്റ്റോ കറൻസിയും NFT ടോക്കണും ഒക്കെ യൂസ് ചെയ്യുന്നതായിട്ട് തന്നെ വരും. എന്തുകൊണ്ട്? ഈ ടെക്നോളജികൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു അൽഗോരിതം ഉണ്ട്. ടെക്നോളജികൾ ഉണ്ടാക്കിയിരിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിനോട്, അതിന്റെ അൽഗോരിതത്തിനോട് യോജിക്കുന്ന വിധത്തിലുള്ള ഒരു കറൻസി ഉപയോഗിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ക്രയവിക്രയങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യുന്നെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഭവത്തിന് എന്തുണ്ട്? ഒരു സ്വഭാവമുണ്ട്, ഒരു അൽഗോരിതം ഉണ്ട്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ ഒരു പേയ്മെന്റ് നടത്തണമെങ്കിൽ അതിനോട് യോജിക്കുന്ന ഒരു കറൻസി വേണം. അവിടെ കൊണ്ടുപോയി നോട്ട് കൊണ്ടു കൊടുത്താൽ പണി നടക്കുകയില്ല. അത് നടക്കണമെങ്കിൽ എന്ത് വേണം? ക്രിപ്റ്റോ കറൻസികൾക്കും NFT ടോക്കണുകൾക്കുമാണ് അതിന് സാധിക്കുക. അപ്പൊ ടെക്നോളജിയുടെ പിന്നാലെ ലോകം പോകുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നാളെ ഒരു അവസരത്തിൽ ക്രിപ്റ്റോ കറൻസികളെയും NFTകളെയും ആശ്രയിക്കാതിരിക്കാൻ നിർവാഹമില്ല. നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചേ മതിയാവൂ. കാരണം അങ്ങനെയാണ് ലോകത്തിന്റെ പോക്ക് എന്ന് പറയുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ ക്രിപ്റ്റോ കറൻസി, ലോകത്ത് ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഏതാണ്? ബിറ്റ് കോയിൻ. അത് 2009 പുറത്തു വന്നു. ഇന്നിപ്പം 72 ലക്ഷത്തിൽ സംതിങ് നിൽക്കുന്നു അല്ലെ. ബിറ്റ് കോയിൻ പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ട്. എന്താണ്? 2009 ഒരു 5 രൂപയ്ക്ക് 2 മേടിച്ച് വെച്ചായിരുന്നെങ്കിൽ ഇന്ന് കോടീശ്വരൻ അല്ലെങ്കിൽ കോടീശ്വരിയാണ് അല്ലെ. ശരിയല്ലേ? ആലോചിച്ച് നോക്കിയേ. ഇന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ പിന്നെ അന്നോ ആരെങ്കിലും അന്ന് ബിറ്റ് കോയിൻ വല്ലതും പറയുന്നത് വരുവാണ്, എന്ത് ചെയ്യും നമ്മള്? അവനെ വെടിവെച്ച് വന്നില്ലെങ്കിലേ ഉള്ളൂ അതിശയം. ശരിയല്ലേ? അവരിന്ന് ഭൂമിക്ക് വേണ്ടി കാണാൻ നിർബന്ധത്തിന്റെ കാര്യങ്ങളില്ല. ശരിയല്ലേ? ഇന്ന് നമ്മൾ എന്ന് പറയുമ്പോൾ ഇത് അംഗീകരിക്കുന്നവരുണ്ടോ? ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് എല്ലാ ലോകരാജ്യങ്ങളിലും ക്രിപ്റ്റോ കറൻസിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടി വരുന്നു. ഏറ്റവും ആദ്യം എതിർത്ത ഒരു രാജ്യം, ഒരു ഡെവലപ്ഡ് കൺട്രി ആകുന്ന രാജ്യം എന്ന് പറയുന്നത് US-ലായിരുന്നു, അമേരിക്കയിലായിരുന്നു. ഇന്ന് 33,000 സംതിങ് 18 കൗണ്ടർ ഉണ്ട് അവിടെ.
എന്ന് ആലോചിച്ച് നോക്കി. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രഖ്യാപനം നടത്തി. എന്താണ്? അവരുടെ രാജ്യത്തിന്റെ കരുതൽ ധനമായിട്ട് എന്തിനെ ഉൾപ്പെടുത്തുവോ? ക്രിപ്റ്റോ കറൻസിയെ ഉൾപ്പെടുത്താൻ പോകുന്നു. ബിറ്റ്കോയിനെ അതരത്തിലൊക്കെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ അത് ശരി കാര്യമാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അപ്പൊ എന്ത് ചെയ്യും? ഇത് തീർച്ചയായിട്ടും മുന്നോട്ട് വരുന്നതോറും ഓരോരോ രാജ്യങ്ങളും അതിന്റെ ഈ ഒരു വഴിയിലേക്ക് തന്നെ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യയിൽ ഇപ്പൊ 2 ATM കൗണ്ടറിന്റെ കാര്യങ്ങൾ കാത്തോണ്ട് പോകും. പക്ഷേ ക്രിപ്റ്റോ കറൻസി മേടിച്ചു വെക്കുന്ന സമയത്ത് ആളുകൾ ഫേസ് ചെയ്യുന്ന 2 പ്രോബ്ലം ഉണ്ട്. എന്താണ്? ഒന്നെങ്കിൽ ഇതിന്റെ വില കൂടും, അല്ലെങ്കിൽ വില കുറയും. വില കുറഞ്ഞ സമയത്ത് മേടിച്ചു വെച്ച ആൾക്കാർ എന്തായിരിക്കും സാർ? അവർ രക്ഷപ്പെടും, അവർ ഹാപ്പി ആയിരിക്കും. പക്ഷെ വില കൂടിയ സമയത്ത് മേടിച്ചു വെച്ച ആൾക്കാരോ അൺഹാപ്പി ആയിരിക്കും, അല്ലെ? നഷ്ടമെന്ന് പറയാൻ കഴിയില്ല. കാരണം വില വീണ്ടും റൈസ് ചെയ്ത് വരുന്നതിന് വേണ്ടി അവര് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കൊണ്ടുവന്നിരിക്കുകയാണ് ആര്? PVC മെറ്റയിലൂടെ പേൾവിറ്റ് ഇന്റർനാഷണൽ. PVC മെറ്റ പ്രോഗ്രാം നമ്മൾ ഏറ്റെടുത്താൽ നമുക്ക് ഒരു കാരണവശാലും ഒരിക്കലും എന്തില്ല, നഷ്ടമില്ല. അങ്ങനെ നഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം 1365 രൂപ വരെ വില വന്ന PVC മെറ്റയ്ക്ക് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്യുന്ന 5 രൂപയ്ക്കാണ്, ആണോ? പക്ഷെ 1365 രൂപ വില ഉണ്ടായിരുന്ന സമയത്ത് കിട്ടിയിരുന്ന റിട്ടേൺ ഇന്നും കിട്ടുന്നുണ്ടോ? പൈസയുടെ കാര്യത്തിൽ വല്ല കുറവ് വന്നോ? അതാ ഞാൻ പറഞ്ഞു, കൂടിയതേ ഉള്ളൂ. ദൈവമേ നന്നായി. ആലോചിച്ച് നോക്കിയേ, ഈ വില കുറഞ്ഞ സമയത്ത് എന്തായി? റിട്ടേണിന്റെ കാര്യങ്ങളിൽ ബാധിക്കുന്നില്ല. അപ്പൊ PVC മെറ്റയ്ക്ക് വില കൂടുകയോ കുറയുകയോ ചെയ്യാം. പക്ഷെ കസ്റ്റമർ എന്ന നിലയ്ക്കുള്ള ആളുടെ റിട്ടേണിന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുടെ കാര്യങ്ങൾക്കകത്ത് ഇല്ലാത്ത 2 പ്രോസസ്സുകൾ, അത് ഏതൊക്കെയാണ്? സീഡ് ഫണ്ടിങ് ആൻഡ് പ്രോപ്പർട്ടി ഫാമിംഗ്. ഈ സീഡ് ഫണ്ടിങ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇത്രയും മഹത്തായ സിസ്റ്റം. കാരണം PVC മെറ്റയ്ക്കുള്ള പ്രത്യേകത എന്താണ്? PVC മെറ്റയ്ക്കുള്ള വിശേഷണം എന്താണ്? ദ ഫ്യൂച്ചർ ഓഫ് മണി എന്ന് പറയുന്നത്. എന്താണ്? ഭാവിയുടെ പണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് PVC മെറ്റ ദ ഫ്യൂച്ചർ ഓഫ് മണി എന്ന് പറയുന്നത്? എന്താണ് PVC മെറ്റ വേറിട്ട് നിർത്തുന്ന ഘടകം? എന്താണ് അറിയൂ? ഒരുപാട് ക്രിപ്റ്റോ കറൻസി ഇവിടെ ഇല്ലേ? ബിറ്റ്കോയിൻ ഉണ്ട്, എതേറിയം ഉണ്ട്, USDT ഉണ്ട്, അങ്ങനെ എത്രയോ ക്രിപ്റ്റോ കറൻസികൾ ഇവിടെ ഉണ്ട്, അല്ലെ? അതിൽ നിന്നെല്ലാം PVC മെറ്റ മാറ്റി നിർത്തുന്ന ഒരു കാര്യം എന്താണ്? അവിടെ ചില കാര്യങ്ങൾ നമ്മൾ അറിയണം. എന്താന്ന് ചോദിച്ചാല്, ബിറ്റ്കോയിൻ പുറത്തു വന്നത് 2009. അത് തീർച്ചയായിട്ടും അന്നത്തെ ടെക്നോളജി വെച്ചായിരിക്കില്ല ഉണ്ടാക്കി. അന്നത്തെ ടെക്നോളജി ആണോ ഇന്ന്? ഇന്ന് ടെക്നോളജിക്ക് മാറ്റം വെച്ചു, അല്ലേ? പുതിയ അന്ന് 2009 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ കേട്ടില്ല, മെറ്റാവേഴ്സ് കേട്ടില്ല, ബ്ലോക്ക് ചെയിൻ കേട്ടില്ല, കേട്ടോ? ഇന്റർനെറ്റ് റോബോട്ടിനെ കൂടെ പണികടിപ്പിക്കുന്ന പരിപാടി അത് നമ്മൾ കേട്ടില്ല. അതൊക്കെ ഇപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ വീണ്ടും ടെക്നോളജികൾ വീണ്ടും അഡ്വാൻസ്ഡ് ആയി. അപ്പം 2009 പുറത്തിറക്കിയ ഈ ബിറ്റ്കോയിൻ കൊണ്ട് ഈ പുതിയ ടെക്നോളജികളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നന്നേ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ബിറ്റ്കോയിന്റെ അൽഗോരിതം എന്ത് ചെയ്യില്ല, ഈ പുതിയ ടെക്നോളജികളുമായിട്ട് യോജിക്കാനുള്ള സാധ്യത നന്നേ കുറവാണ്. അവിടെയാണ് ഒരു പുതിയ ചോദ്യം ഉദിക്കുന്നത്. ഈ പുതിയ ടെക്നോളജികളെ എല്ലാം ബ്ലെൻഡ് ചെയ്തുകൊണ്ട് പുതിയൊരു പേയ്മെന്റ് മെത്തേഡ് ആവശ്യമായിട്ട് വരുന്നു. ആ പേയ്മെന്റ് മെത്തേഡിന്റെ പേരാണ് എന്ത്? PVC മെറ്റ. ഇന്ന് നിലവിൽ വെബ് 3യുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ടെക്നോളജികൾ വന്നിട്ടുണ്ടോ അതിന്റെ എല്ലാം അൽഗോരിതംസിനെ, അതിന്റെ സോഫ്റ്റ്വെയറിന്റെ സ്വഭാവത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്തുണ്ടാക്കിയേക്കുന്നത്? ഹലോ, PVC മെറ്റ ഉണ്ടാക്കിയേക്കുന്നത്. ഇവിടെയാണ് ഒരു ചോദ്യം ഉള്ളത്. നമ്മുടെ കയ്യിൽ ആരുടെയും കയ്യിൽ ബിറ്റ്കോയിൻ ഉണ്ടോ? ഉണ്ടോ? കൈ ഒരെണ്ണം 72 ലക്ഷം രൂപയുടെ ആസ്തിയുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ട് ഒരു ബഹുമാനം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് അതെടുത്തിട്ട് എത്ര ആയ സാർ? എത്ര വർഷം? 2013 ഓ ഗ്രേറ്റ് 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 ഗ്രേറ്റ്. നമ്മളെ ബിറ്റ്കോയിൻ സ്വന്തമാണല്ലോ, പക്ഷെ ഒരാളുടെ കയ്യിലും ആണ് കാര്യം ബാക്കിയിരിക്കുന്ന. അതെ, ഞാൻ ഉൾപ്പെടെ പറയുന്നു, മനസ്സിലായി? ഭഗവാനെ എന്തൊക്കെയാണ് കേൾക്കുന്നത്? ബിറ്റ്കോയിൻ വന്നതോടെ ഒരാളെ കല്യാണം നടന്നു. ഒന്ന് ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ. നിങ്ങൾ അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ?
പറയും. അതെ അതെ സാർ, വാച്ച് എത്രയാണ്? ആ വിൽക്കരുത് അല്ലല്ല, 1 കോടിക്ക് പോയി പോലെ 1.10. അപ്പൊ ശരിക്കും ഇവിടെ ഒരാള് പറയുവാണ് ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വട്ടമുള്ള ചെറിയ സാധനം കൈക്കകത്ത് വെക്കാനുള്ളത് പോലും ഇല്ല അല്ലേ? അതേ ഒരെണ്ണം കൊടുത്തിട്ട് കല്യാണം കഴിച്ചു. ആലോചിക്ക്, നമ്മള് 10 ഏക്കർ ഭൂമി കൊടുത്തിട്ട് നമ്മുടെ മക്കളുടെ കല്യാണം വിവാഹം നടത്തി ഞാൻ വിട്ടു എന്നൊക്കെ നമ്മള് അഭിമാനത്തോടെ പറയുന്നത് എന്താണ്? നെല്ലിക്കാട പോലും വലുപ്പമില്ലാത്തൊരു സാധനം കൊടുത്തിട്ട് ഈ സാധനം കല്യാണം കഴിച്ചു. ഒന്ന് ആലോചിച്ച് ഞങ്ങള് കാലം പോകുന്നൊരു പോക്ക്. പക്ഷെ ഇപ്പൊ ആൾക്ക് മനസ്സിലായി എന്താണ് ഇത് നിസ്സാരക്കാരനായിട്ടുള്ളതല്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ബിറ്റ്കോയിൻ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ അസറ്റാണ്, സത്യമാണ്. പക്ഷെ ആ